ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. 11-ാം അധ്യായം ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ലാസർ രോഗബാധിതനായി എന്ന് ഈശോ അറിഞ്ഞു. ലാസർ ഈശോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരുവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും ഈശോയുടെ വലിയ ആരാധകരായിരുന്നു. ഈശോയുടെ പ്രസംഗങ്ങൾ കേൾക്കാനും ഈശോയ്ക്ക് വളരെ രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കാനുമൊക്കെ വളരെ മത്സരബുദ്ധിയോടുകൂടെ താല്പര്യമെടുക്കുന്ന രണ്ട് സഹോദരിമാരും സഹോദരനും. അത്രമേലെ ഈശോ സ്നേഹിച്ചിരുന്ന ബഥാനിയയിലെ കുടുംബത്തിലെ ലാസർ എന്ന സഹോദരൻ രോഗബാധിതനാണ് എന്നറിഞ്ഞിട്ടും ഈശോ ശിഷ്യന്മാരോടൊത്ത് അങ്ങോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അതിന് കാരണമായിട്ട് നമ്മൾ കാണുന്നത് യൂദയ ദേശത്ത് എങ്ങും യേശുവിനെ വിമർശനാത്മകമായിട്ട് കാണുകയും ഇനി അവൻ ആ നാട്ടിൽ വചനം പ്രസംഗിക്കാനായിട്ട് വന്നാൽ അവനെ കല്ലെറിയണമെന്നും കൊല്ലണമെന്നും ഒക്കെ ആഗ്രഹിച്ച് ഫരിസേയരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എതിർപ്പുകളുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്ന് ഒരു പ്രശ്നമുണ്ടാക്കണ്ട എന്ന് ഈശോ വിചാരിച്ചിരുന്ന ഒരു കാലം. വീണ്ടും 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നമുക്ക് യൂദയായിലെ ബഥാനിയയിലേക്ക് പോകണം. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, അവിടെ അവർ നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് നീ പോകുന്നത്? പകലിന് 12 മണിക്കൂറുണ്ടല്ലോ. പകൽ ജോലി ചെയ്തവൻ കാൽ തട്ടി വീഴുന്നില്ല. ഞാൻ ലാസറിനെ ഉയർത്താൻ പോവുകയാണ്, ലാസറിനെ ഉണർത്താൻ പോവുകയാണ്. ഇത് കേട്ട ശിഷ്യന്മാർ സ്വാഭാവികമായ ഒരു ചോദ്യം, ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉണർന്നോളുമല്ലോ. ഈശോ പറഞ്ഞു, ലാസർ മരിച്ചു. തോമാസ് ലീഹായുടെ ശക്തമായ സാന്നിധ്യം നാം അവിടെ തിരിച്ചറിയുന്നു. വരൂ കൂട്ടരെ, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഈ ചിന്തയാണ് ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഏറ്റവും ധ്യാനാത്മകമായ പരിചിന്തനം. ഈശോ ലാസറിനെയും സഹോദരിമാരെയും സ്നേഹിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. വ്യക്തിപരമായി പേര് ചൊല്ലി വിളിക്കാവുന്ന വലിയ സ്നേഹബന്ധം ഞാനും എൻ്റെ തമ്പുരാനുമായിട്ട് ഉണ്ടാകണം. എൻ്റെ ബന്ധത്തിൽ എവിടെയെങ്കിലുമൊക്കെ ശൈഥില്യങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്ര ഗൗരവത്തോടെ ഈശോയെ എൻ്റെ സ്നേഹവലയത്തോട് ചേർത്ത് വയ്ക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈശോയുടെ കൂടെ അല്ലെന്ന്. ഈശോ എന്നെ പേര് ചൊല്ലി വിളിക്കണമെങ്കിൽ ഞാനും അവനും തമ്മിൽ വ്യക്തിപരമായൊരു ബന്ധമുണ്ടാകണം. ലാസറും സഹോദരിമാരും ഒരിക്കലും ഈശോയുടെ കഥകളിലോ ചരിത്രത്തിലോ നിന്ന് മാറ്റപ്പെടാനാവാത്ത വണ്ണം ഈശോയോട് ഇഴചേർന്ന ബന്ധമുള്ള ആൾക്കാരാണ്. നമുക്ക് ഈശോയോട് ബന്ധമുണ്ടാകണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറണം, ഈശോയുടെ സ്വന്തമാകണം. നമുക്ക് ആ ഒരു ചിന്ത നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കൊണ്ടൊരാവശ്യമുണ്ട് എന്ന് തോന്നലുണ്ടാകുമ്പം അവൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഒരുപക്ഷെ ലാസറിൻ്റെ സംഭവത്തിൽ സംഭവിച്ചതുപോലെ അവന് 1-2 ദിവസം കഴിഞ്ഞ്, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രാർത്ഥന ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തിയാൽ അപ്പം തന്നെ അത് നടത്തി കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനോ പ്രതീക്ഷിക്കാനോ പറ്റില്ല. നമുക്ക് എപ്പോഴാണ് ഒരു പ്രശ്നമുണ്ടാവുക, എപ്പോഴാണ് അതിൻ്റെ ഗുരുതരാവസ്ഥ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഈശോ നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടും. അവിടുത്തേക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കാൻ, അവിടുന്ന് എല്ലാറ്റിനും പോരുന്നവനാണ് എന്ന് വിശ്വസിക്കാൻ നമ്മളൊന്ന് മനസ്സ് കാണിച്ചാൽ മാത്രം മതി. തമ്പുരാനോട് ചേർന്നിരിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കാൻ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും.
തോമാസ് ലീഹായുടെ വലിയ ധീരത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടിയിരിക്കുന്നു. യേശുവിനോടുകൂടി മരിക്കാൻ നമുക്കും പോകാം. അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ഗുരുനാഥനാണ്, അവൻ എൻ്റെ സർവസ്വമാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വലുതെന്ന് കരുതുന്നതൊന്നും എനിക്ക് തമ്പുരാനേക്കാൾ വലുതാകാൻ പാടില്ല. എൻ്റെ തമ്പുരാനോടുള്ള സ്നേഹവലയത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ഒരു ശക്തിക്കും അനുവാദം കൊടുത്തുകൂടാ. അവനാണ് എൻ്റെ സർവസ്വം, അവനാണ് എൻ്റെ സ്വന്തം, അവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ, അവന് വേണ്ടി മരിക്കാൻ, അവന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ, അവന് വേണ്ടി അപമാനങ്ങളും നിന്ദനങ്ങളും ഏറ്റെടുക്കാനുള്ള നല്ല മനസ്സുകൂടെ ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും